ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ നമ്മൾ കാണുന്നത്. അതെ, എന്നെ അന്വേഷിച്ച് ആൾക്കാർ എത്തി തുടങ്ങിയത് വേണമെങ്കിൽ പറയാം. കുറേ മെസ്സേജസും കുറേ സംഭവങ്ങളും ഇങ്ങനെ ചോദിക്കണം എവിടെ പോയി എന്നുള്ളത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിതാ ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് കേട്ടോ വരുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് എന്നെ അന്വേഷിച്ചും കൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് സ്നേഹം. സോ രാവിലെ ഇപ്പോൾ ഒരു മണ്ഡലകാലമാണ്, വൃശ്ചിക മാസമാണ്, ഡിസംബർ മാസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് വായിക്കുന്നത്. അപ്പം ഞാൻ വിഷ്ണു സഹസ്രനാമമാണ് കേട്ടോ രാവിലെ വായിക്കുക. അപ്പോൾ എനിക്ക് വായിക്കാൻ സഹായിക്കുന്നത് ഞാൻ മൊബൈലിൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. അതായത് നല്ല രീതിയിൽ പറഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങനെ അധികം അറിയാത്തവർക്ക് വേണ്ടി നല്ല രീതിയിൽ എവിടെ വെച്ച് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ്. അതിൽ തന്നെ ലളിതാ സഹസ്രനാമം ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ അത് വായിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ മാറി വായിക്കാറ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും കുറുമക്കറിയാണ്. പറഞ്ഞ പോലെ ഇന്ന് സ്കൂളും ഓഫീസും എല്ലാതുള്ള ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ചപ്പാത്തിയും കുറുമയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. രാവിലേക്കും ഉച്ചയ്ക്കും ഒന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ചധികം ചപ്പാത്തി അങ്ങോട്ട് നീട്ടി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടികൾ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എവിടെ പോയി എന്ന് ചോദിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എവിടെയും പോയിട്ടില്ല. നമ്മളെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ചെറിയ ബിസിയും കാര്യങ്ങളും, പിന്നെന്താ പറയുക, നമുക്ക് തന്നെ ഒരു റിഫ്രഷിങ് മൂഡ്, ഒന്ന് റിഫ്രഷായിട്ട് വീഡിയോ എടുക്കാം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയട്ടെ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ. പക്ഷേ ഷോർട്സ് എന്നും നമ്മൾ ഇടുന്നുണ്ടായിരുന്നു, അതെല്ലാവരും കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഈ വക പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ചെറിയ പരിപാടികളും മടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ കുറച്ച് തൈര് ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല പുളിയില്ലാത്ത തൈര് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും കുറേ പാലുണ്ടല്ലോ. ഇപ്പോൾ ദിവസം പാലൊക്കെ വരുത്തി തുടങ്ങിയപ്പോൾ വെറുതെ ഇത് കളയണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എന്നും വെറുതെ ഇതിനെ പുറത്തുനിന്ന് ഇങ്ങനെ തൈര് വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളതാണ്, പുതിയ വീടൊക്കെ ആയതിൻ്റെ ശേഷം ഇപ്പോൾ മുന്നേ ചോദിക്കാറുണ്ട്, എപ്പോഴും ഇങ്ങനെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, ഇത്ര ഇഷ്ടമാണോ ക്ലീനിങ്, എങ്ങനെയാണ് എപ്പോഴും വെക്കുന്നത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ വീട് കിടക്കണം നോക്കിക്കേ. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഒന്നിനും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, വീട് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. എന്നും ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ വീട് ഇരിക്കണം എന്നൊക്കെ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. ചില സമയങ്ങളുണ്ടാവും നമുക്ക് ഒരു റെസ്റ്റ് വേണം. റെസ്റ്റ് എന്നുള്ളതല്ല, നമുക്ക് ഒന്നും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ അങ്ങനെ തോന്നണം. നമ്മുടെ പണികളൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ വീട് വൃത്തിയാക്കുന്ന പോലെയുള്ള എക്സ്ട്രാ പണികളൊന്നും ചെയ്യണ്ടെന്ന് തോന്നും. പക്ഷേ 2 ഡേയ്സ് കൊണ്ട് തന്നെ വീട് ഭയങ്കര എന്താ പറയുക, ആകെ മോശമായിട്ട് കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ അങ്ങോട്ട് ഒരുങ്ങാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ 2 മാസം കൂടുമ്പോഴാണ് നമ്മളിവിടെ ഭംഗർവാലയ്ക്ക് പേപ്പർ കൊടുക്കുക. 2 months ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല പൈസ കിട്ടും. ഇവിടെ ആകുമ്പോൾ പേപ്പർ ഒരുപാടുണ്ടാവും, നല്ലോണം ഉണ്ടാവും. നമ്മൾ വാങ്ങുന്ന അതേ പൈസ തന്നെ സത്യം പറഞ്ഞാൽ വിൽക്കുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡ്രൈ ഏരിയയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരു 1 month ഒക്കെ ആകുമ്പോൾ ഞാനത് അവിടുത്തെ ഫുള്ളാകുമ്പോൾ ഞാൻ ഡ്രൈ ഏരിയയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 months ആകുമ്പോൾ അങ്ങനെ വിൽക്കും. അങ്ങനെയാണ് ചെയ്യുക. ഒരു കുഞ്ഞ് പോക്കറ്റ് മണി, ഒരു 100 രൂപ കിട്ടിയാലോ ഒരു നേരത്തെ ചോക്ലേറ്റ് കഴിക്കാമല്ലോ എന്നുള്ള പോലെയാണ്. പക്ഷേ അതൊക്കെ ചെയ്തത് കുറേ തിരുമ്പാനുണ്ടായിരുന്നു, 2 ദിവസത്തെ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അല്ലേ. എന്നും അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കുമ്പോൾ ഭയങ്കര രസമാണ് എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, പ്രത്യേകിച്ചും സ്ത്രീകളാണ്. പിന്നെ നമ്മുടെ പ്രായം കൂടി വരുന്തോറുള്ള ഹോർമോണൽ പ്രോബ്ലംസ് എല്ലാം കൊണ്ടും നമുക്ക് ചില ദിവസങ്ങളിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വൃത്തിപ്രാന്തും ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്നറിയില്ല. ചെയ്യാൻ തോന്നില്ല, പക്ഷേ ചെയ്യാതിരിക്കുമ്പോഴുള്ള ദേഷ്യം ആ റൂമിലേക്ക് പോവുകയില്ല ഞാൻ. കാരണം അത് കാണുമ്പോൾ ദേഷ്യം വരും, പക്ഷേ ചെയ്യാനും തോന്നുന്നില്ല. അങ്ങനെയുള്ള 2-3 ദിവസമായിരുന്നു കേട്ടോ. ഇന്നിപ്പം നോക്കി 2 ദിവസം മടക്കി വെച്ചിട്ടില്ല, അപ്പോഴേക്കും കുന്നോളം കൂടി 2 ദിവസം ഞാൻ ഈ റൂമിലേക്ക് പോലും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരു റൂമിലാക്കും. അപ്പോൾ പിന്നെ ആ റൂമിലേക്ക് കയറണ്ടല്ലോ, ബാക്കി എല്ലാ സ്ഥലവും വൃത്തിയാക്കി വെക്കും. അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു പണി എടുക്കാൻ തോന്നില്ല. അത് ഫുള്ള് ചെയ്തല്ലാതെ എനിക്ക് അടുത്ത പണി ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് എല്ലാ കച്ചറയും കൂടി ഒരു റൂമിൽ കൊണ്ടിടുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ വൃത്തിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ 2ഉം കൽപ്പിച്ച് ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു
ഇന്ന് എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തും ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഈ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇവരൊക്കെ രാവിലെ മുതൽ ഇങ്ങനെ പണിയെടുത്ത് ഭയങ്കര വീട് മുഴുവൻ നീറ്റാക്കി ആഹാ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും മടിയും എല്ലാവരുടെ വീടും നീറ്റായിട്ട് സൂക്ഷിക്കുന്നവരെയും കച്ചറയാവുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴേ അതങ്ങനെ കിടന്നാലും പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വയ്ക്കും, അത് കുഴപ്പമില്ല, സ്വാഭാവികം, മനുഷ്യന്മാരല്ലേ അല്ലേ. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ എല്ലാതും എൻ്റെ സമാധാനത്തിന് ക്ലീൻ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആട്ടയായാലും നമ്മുടെ സ്വന്തം ശർമ്മജിക്ക് ആട്ട. അപ്പോൾ ഈ ആട്ടപ്പൊടിയും ഇതൊക്കെ ഞാൻ വാങ്ങിക്കാൻ ഇപ്രാവശ്യം പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാം സ്റ്റീൽ ഡബ്ബയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതതുപോലെ ക്ലീൻ ചെയ്യും. ഓരോ പ്രാവശ്യം നമ്മൾ ഫുൾ ആട്ട കഴിഞ്ഞാലും റൈസ് കഴിഞ്ഞാലും പുട്ടുപൊടി കഴിഞ്ഞാലും ഇതുപോലെ ഡിഷ് വാഷറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. ആ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ച സ്റ്റിക്കർ ഉണ്ടല്ലോ, അതിങ്ങനെ ഡിഷ് വാഷറിൽ ഇടുമ്പോൾ പോവും എന്നാണ് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് എഴുതിയതൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ എത്ര കാലം അറിയില്ല, കാരണം വളരെ അപൂർവമല്ലേ, 2-3 ദിവസം കൂടുമ്പോഴല്ലേ നമുക്കത് കഴുകേണ്ടി വരുള്ളൂ. പക്ഷേ ആ സ്റ്റിക്കർ പോകുന്നില്ല കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഞാനൊരു ക്ലീനിങ്ങിന് ആയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഞാനിത് വാട്ടർമെലൺ മുറിക്കുകയാണ്. കുറച്ച് വാട്ടർമെലൺ ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ വാങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ജ്യൂസ് അടിക്കാൻ, നല്ല തണുപ്പോട് കൂടിയിരിക്കുമ്പോൾ അത് വെറുതെ കഴിക്കാൻ തോന്നില്ല, ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാം പഞ്ചസാരയൊന്നും ഇടാതെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കിച്ചണിലെ ഒരു ഇത്തിരി പണികളും കൂടെ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകി ഇതൊക്കെ എടുത്ത് വെക്കുക, ഇതൊക്കെ വലിയ വലിയ പണികളാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തെ ആ ഒരു പെൻഡിങ് ഉണ്ടായിരുന്ന പണികളെല്ലാം ഇന്ന് ഒരു പ്രാന്ത് കയറി കംപ്ലീറ്റ് അങ്ങോട്ട് തീർത്തപ്പോൾ ഒരു ചെറിയ ആശ്വാസം. അതങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വയ്യായികകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു 2-3 ഡേയ്സ് ആ ഒരു റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഡബിൾ ഉഷാറിൽ നമുക്ക് പണികളൊക്കെ ചെയ്യാൻ പറ്റും. അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ആ വയ്യായിക പിന്നെയും കൂടി മനസ്സിനായാലും ശരീരത്തിനായാലും റെസ്റ്റ് വളരെ അത്യാവശ്യം, അല്ലെ മെൻ്റൽ പീസ് ആയാലും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഒരു ദിവസമെങ്കിലും അതൊന്ന് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ എന്താ പറയുക കുഴപ്പമില്ലാതെ നമുക്ക് ഇവിടെ ആകുമ്പോൾ എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം രംഷേണ്ണാണെങ്കിലും മിഥുനാണെങ്കിലും അതൊരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ച് വരാം. ഇതിനെ മടി എന്ന് ഞാൻ പറഞ്ഞ പോലെ മടി എന്ന് ഇതിനെ പറയാൻ പറ്റില്ല നമുക്ക്, കാരണം മടിയുള്ളവരെന്നും അത് ചെയ്യൂല. അപ്പോൾ നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ നമുക്കതങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം കമൻസ് എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ ഇനി സമ്മതിക്കില്ല, വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ ഒരാഴ്ചയും കൂടെ ഇങ്ങനെ ഷോർട്സ് എടുത്ത് പോയിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു സ്നേഹം തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളത് ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമല്ലേ. ഞാൻ വിചാരിച്ചാൽ എന്നെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല എന്നാണ് സത്യം പറഞ്ഞാൽ. എന്നൊക്കെ ആർക്ക് ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് പേര് നമ്മുടെ വീഡിയോ വേണം, നമ്മളെ കാണാതെ മിസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ അതൊരു ഭയങ്കര, അതിപ്പോൾ എന്താ പറയുക, എനിക്ക് യൂട്യൂബിനല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ടീച്ചിങ് ജോബിന് മാത്രം ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം കുട്ടികളുടെ ആ ഒരു സ്നേഹം അതെന്നെ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ മുന്നേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് തോന്നുന്നു വേറൊരു ജോബിന് നമ്മൾ വന്നില്ലെങ്കിൽ, ബാക്കിയുള്ളവരൊക്കെ 10 ദിവസം വന്നില്ലെങ്കിൽ അന്ന് അവളെ പിരിച്ചുവിടാമെന്നാണ് ആലോചിക്കുക. പക്ഷെ ഈ ഒരു സംഭവത്തിൽ ചേച്ചി എന്താ വരാത്തെന്നൊക്കെ ഒരു സ്നേഹത്തോടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമോ എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു സത്യം, ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇല്ലെങ്കിലും എന്നെ ഓർക്കാൻ, അല്ലെങ്കിൽ എനിക്ക് 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും ആൾക്കാരുണ്ടല്ലേ എന്നെ അന്വേഷിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ചും, ഞാനായിട്ടൊരാളെടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഒരാളോട് പറയൂല, പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ്. അപ്പം ഞാൻ പറഞ്ഞ് ഓവറാക്കി ചളമാക്കുന്നില്ല. എന്തായാലും ഭയങ്കരമായ താങ്ക്സ് എന്ന് പറയുമോ ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു കുരുവൊക്കെ നമുക്ക് എന്താ പറയുക ഇതാക്കി എടുക്കാം അല്ലേ, അരിച്ച് കളയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിതാ പറ്റണ പോലെ ഇങ്ങനെ വീഡിയോസ് ഷോർട്സ് മാക്സിമം നമ്മൾ ഇടുന്നുണ്ട്. അതിൽ കുറേ ഉപകാരമുള്ള ഷോർട്സ് കുറേ വീടിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. കുറേ പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീട് വെക്കുന്നവർക്കും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് കുറച്ചും കൂടെ നന്നാവും.
അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും ഇങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക ഈ ഒരു വൃശ്ചിക മാസത്തിൻ്റെ ആ ഒരു വൈബിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യണം. ആ ഒരു രാവിലെ അമ്പലത്തിൽ പോകുന്നതും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ്. ഡിസംബർ മന്തിൻ്റെ ഒരു വൈബ് ഞാൻ എന്തായാലും ആസ്വദിക്കാനും അതിൻ്റെ പുറത്തൊക്കെ പോയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ പോവുന്ന സമയത്താണെങ്കിൽ എടുക്കാം. അതല്ലാതെ ഇപ്പം ഞാൻ മെയിനായിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും അതും ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ കുട്ടി കുട്ടി ഷോർട്സ് അല്ല ഒരു 6-7 മിനിറ്റിൻ്റെ വീഡിയോസ് ഇടുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്താ? കാരണം എൻ്റെ സമയം മുഴുവൻ ഇപ്പം അങ്ങനെയാണ് പോണത്. അപ്പോൾ ഒരു രസമല്ല, ഒരു സ്ട്രെസ് ഫ്രീ ആണ്, ഭയങ്കര ഒരു രസമാണ്, നല്ലൊരു സമാധാനം കിട്ടും. എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടും. അതിന് ഭയങ്കര പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഗുരുവായൂർ ഏകാദശിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, അങ്ങനെ ഒരു ശുദ്ധിയിലൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഓരോ ദിവസം ഓരോ റൂം, എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ എന്നാലും ഇവിടുത്തെ പൊടി കാരണം എനിക്ക് പ്രാന്തായി തുടങ്ങി ക്ലീൻ ചെയ്തിട്ട്. ഇങ്ങനെ ആയാലും എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്താലും പൊടി നല്ലോണം ഉണ്ട്. ഫാൻ്റെ മുകളിലൊക്കെയാണ് ഈ പൊടി പ്രത്യേകം അറിയാം, വൈറ്റ് കളർ. പിന്നെ ഫുള്ള് വൈറ്റ് തീമാണല്ലോ ഇവിടെ അടുക്കള മുതൽ എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ടാണ് അറിയണത് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും പരിപാടിയും ഞാൻ എന്തൊക്കെ ചെയ്യാറ് എന്നുള്ള ഒരു കുട്ടി കുട്ടി ഷോർട്സ് അല്ല, ലോങ് വീഡിയോ തന്നെ. പക്ഷെ അധികം നേരമില്ലാത്ത വീഡിയോസ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയണം. അതല്ലാതെ ഒരു ഫുഡ് വീഡിയോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണില്ല. നോൺ വെജും വളരെ കുറവായിട്ടല്ലേ ഇപ്പോൾ വാങ്ങാറ്. അങ്ങനെ നോൺ വെജ് വാങ്ങുന്ന ദിവസമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ അധികം ഈ ക്ലീനിങ് വീഡിയോസും സംഭവങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള നോർമലായിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ട് ഇട്ടിട്ട് ഇങ്ങനെ രാവിലത്തെ മോർണിംഗ് റൂട്ടീനൊക്കെ ഇട്ട ഷോർട്സിൽ ഒരുപാട് വരും. നല്ല സൂത്തിങ് വീഡിയോ ആണ്, നല്ല സുഖമുണ്ട് ഇങ്ങനെ കാണാൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് അങ്ങനെ ഷോർട്സ് പോലെയും അങ്ങനത്തെ ഒക്കെ കുട്ടി കുട്ടി വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ പറയൂ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ള സജഷനും കൂടെ തരൂ. കാരണം ഞാനിപ്പോൾ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ്, എന്താണ് ചെയ്യേണ്ടത്. അതായത് ഡെയിലി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നതാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെന്ത് അങ്ങനെ എന്താ പറയുക ബോറടിക്കുമോ. അപ്പം നിങ്ങളുടെ ഒരു സജഷൻ നിങ്ങൾ പറയൂ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എനിക്ക് ചെയ്യാറില്ല, കുക്കിങ്ങും ക്ലീനിങ്ങും. കുക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഇപ്പം അധികം ടൈം സേവിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കുന്നതിന് രാവിലെ ചപ്പാത്തി കുറച്ചധികം എക്സ്ട്രാ അങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അതല്ലാതെ അധികം ഈ ക്ലീനിങ്ങും ഓർഗനൈസിങ് തന്നെയാണ് മെയിൻ എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനത്തെ വല്ലതും വേണോ, അങ്ങനത്തെ ഒക്കെ നിങ്ങളുടെ സജഷൻസ് പ്ലീസ്. അപ്പോൾ ഇനി എനിക്ക് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു 6-7 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ സജഷൻസ് ഭയങ്കരമായിട്ട് ഉപകാരമാവും എനിക്കറിയാം. ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, പക്ഷെ എന്നും ഒരേ ഡേ ഇൻ മൈ ലൈഫല്ലേ നമ്മുടെ ഇതിൽ ഇങ്ങനെ പോന്നിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴല്ലേ അതിനൊരു വ്യത്യാസമായിട്ട് വരുന്നത്. ഒരു ഫ്ലാറ്റിൽ പ്രത്യേകിച്ച് പുറമേ ഉള്ളൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഒരു നോർമലായിട്ട് വീട്ടിലുള്ള ഒരാളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അല്ലെങ്കിൽ അത് നിങ്ങൾ എഗ്രി ചെയ്യണ്ടോന്നൊന്ന് പറയൂട്ടോ. ഒരേ റൂട്ടീനിൽ ഇങ്ങനെ പോവും. അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഒരു റിലീഫായിട്ടുള്ളൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറ്റണ പോലെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം ഇത്തുകൂട്ടർ ഒരു കോമ്പറ്റീഷൻ ഇതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. അത് ഞാൻ ആക്ച്വലി വ്ളോഗ് എടുത്തു, പക്ഷെ ഞാനത് ഇട്ടില്ല. എനിക്കത് കുറച്ച് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 4 മിനിറ്റിനുള്ളൂ. അപ്പോൾ ഞാൻ വേണ്ട ഇട്ട് കളയാം. അങ്ങനെ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ട് ഇടാതിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല സാധാരണ. അപ്പോൾ അങ്ങനത്തെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ട് ഇടാതിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ബോറടിക്കുമോ, ഇത് തന്നെ കാണിക്കാനുള്ളൂ, രാവിലെ ആയ കുട്ടിയുടെ കോമ്പറ്റീഷൻ, നമ്മുടെ ഡാൻസ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇടുന്നതായിരിക്കും. നല്ല മധുരം. അപ്പം നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ സജഷൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇടാനുള്ളൊരു ഇത് കിട്ടുമെന്ന് ഇങ്ങനെ തോന്നുന്നു. കാരണം ബാക്കിയുള്ള ഇതൊക്കെ ഇങ്ങനെ മാക്സിമം ഷോർട്ട്സ് ആയി പോകണോണ്ടേ അതന്നെ ലെങ്തി ആവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ സജഷൻ പ്ലീസ് വേണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കും പ്രത്യേകിച്ച് ഒന്നും ഫുഡില്ല. ഇന്നലെ അല്ല മിനിഞ്ഞാന്നുണ്ടാക്കി കൂട്ടാനും ഇന്നലത്തെ ചോറും ബാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഈ ഉച്ച നേരത്ത് നമ്മൾ ഒരാളായതുകൊണ്ട് എത്ര കുറച്ച് വെച്ചാലും 3-4 ദിവസത്തോടെ എനിക്കാണെങ്കിൽ ഫുഡ് കളയാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാനൊരു 4 ദിവസം ഞാൻ അത്രയും കുറച്ചേ ഉണ്ടാക്കുള്ളൂ.
അപ്പം രംഷേട്ടൻ രാത്രി ചോറ് കഴിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോറ് കുറച്ച് വേസ്റ്റ് ചെയ്തു. ഒരു ദിവസം ഞാൻ വെച്ചതാ, അപ്പോൾ ആ സൺഡേ അങ്ങനെ എങ്ങാനും വെച്ചതാ. അപ്പം അതിൻ്റെ 2-3 ദിവസത്തെ ബാക്കി, സൺഡേയും സാറ്റർഡേയിലെ നമ്മൾ ചോറ് വയ്ക്കുള്ളൂ. അപ്പോൾ അത് ബാക്കിയായി. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചു ദൈവമേ അതും കാണിക്കാനില്ല. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അത് കാണിക്കണം, അതിന് വേണ്ടി ഞാൻ ചോറും കൂട്ടാനും ഉണ്ടാക്കി. അത് വേസ്റ്റ് ആവില്ലേ? വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതും ഉച്ചയ്ക്ക് അത് തന്നെയാണ്. തൽക്കാലം ഒരു വാട്ടർമെലൺ ജ്യൂസ്, ഒന്നുമില്ല, വെറുതെ വെള്ളം പോലും ഒഴിക്കാതെ അങ്ങനെയാണ് അടിച്ചിട്ട് ജ്യൂസ് അതങ്ങനെ കുടിക്കാനാണ് പരിപാടി. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നിവിടെ ഡാൻസാണുള്ളത്. ഈ പറഞ്ഞ പോലെ 2 മാസം ഓരോ പ്രോഗ്രാംസ് ആയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഭജനയെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലം എപ്പോഴും ഭയങ്കര ലൈവായിരിക്കും. പിന്നെ എന്നും അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട്, അതേപോലെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാ കൊല്ലം ഇവിടെ കളിക്കാറുണ്ട്, നിങ്ങൾ വ്ളോഗും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡാൻസും പരിപാടിയൊക്കെ കാണുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയത് കൊണ്ട് ഞാൻ അന്നദാനം കഴിച്ചിട്ടാണ് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒരു സ്വാദ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല. അതെന്തോ അമ്പലത്തിലുള്ള ഒരു സ്വാദ് ഒരു ഭയങ്കര ഇതാല്ലേ. അത് കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ അത് അമ്പലത്തിൽ പോയി വന്നു. അന്നദാനം അവിടെ എന്നും ഉണ്ട്, 2 months അന്നദാനം ഉണ്ട്. ഇതൊരു ഭയങ്കര വൈബാണ്. ഞാൻ എപ്പോഴും പറയണത് വൃശ്ചിക മാസം ഒരു ഭയങ്കര രസമാണ് നാട്ടിലാണെങ്കിലും. പക്ഷെ എനിക്ക് തോന്നുന്നു 2 months അന്നദാനം പ്രോഗ്രാംസും ഒക്കെ ഉള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് ഇവിടുത്തെ മുംബൈയിലെ എല്ലാ അയ്യപ്പൻ്റെ അമ്പലവും അപ്പോൾ ഞാൻ പറയില്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും പ്രോഗ്രാമിന് പോകാറുള്ളതാണ്. ഇവിടെ അടുത്തുള്ള ഒരുവിധ എല്ലാ അമ്പലത്തിലും ഈ 2 months പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര ഒരു വൈബാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ, നാളെ ഓഫീസും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കിടന്നുറങ്ങുക. പിന്നെ മൂവിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അതൊക്കെ കുറേ ആയില്ലേ അപ്ഡേറ്റ് ചെയ്തിട്ട്, കുറേ ദിവസമായി. അപ്പം നമ്മളും അതെ കുറേ ദിവസമായിട്ട് അങ്ങനെ കിഷ്കിന്താകാണ്ടാണ് OTT റിലീസിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഏതാ മെയ്യഴകൻ, അത് അടിപൊളി സിനിമയാണ്. അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ് മെയ്യഴകൻ. അപ്പോൾ അത് കണ്ടു. കിഷ്കിന്താ കണ്ടും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഹേർ എന്ന് പറഞ്ഞ സിനിമ അല്ലേ, ഉർവശി ലേഡീസിൻ്റെ ഒരു സിനിമ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സിനിമ. പിന്നെ ഇതൊക്കെ കുറേ സിനിമകളുണ്ട്. ഞാനിങ്ങനെ OTT റിലീസിന് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബോഗൻവില്ലൊക്കെ ഈ മാസം വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിക്കണം. പിന്നെ പുഷ്പ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, പുഷ്പ 2. അപ്പോൾ അത് തിയേറ്ററിൽ പോയി കാണുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകൾ ഇനി ഡിസംബർ വെക്കേഷനും കാര്യങ്ങളും. അപ്പോൾ കുറേ OTT സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ കണ്ടു. അപ്പോൾ ഹേർ നല്ല സിനിമയാണ്, മസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. മെയ്യഴകൻ നല്ല ഇഷ്ടപ്പെടും, ഫീൽ ഗുഡ് മൂവി. കിഷ്കിന്താകാന്ഡം നല്ല സിനിമയാണ്, നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ട പ്രേംഷേട്ടൻ പറയായിരുന്നു പെൻഡുലം മൂവി. അതിപ്പോൾ എന്നാ കണ്ടത്? അത് മിഞ്ഞാന്നേറ്റേ കണ്ടു തോന്നുന്നു. പെൻഡുലം അത് നല്ല രസമുണ്ട്. ഒരു ടൈം ട്രാവലർ പോലെ. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല, അത് വേറെ കാര്യം, പക്ഷെ രസമുണ്ട്. ഇനി അന്ന് എനിക്കത് യൂട്യൂബൊക്കെ ഒന്ന് നോക്കണം, എന്താണ് ആക്ച്വലി സമ്മിത്ത് പറഞ്ഞാൽ എന്താണ് പപ്പ സംഭവിച്ചതെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ആ സിനിമ ഉണ്ടോ. അങ്ങനെ കുറേ OTT റിലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മുന്നേ വന്നതാണോ എന്നും അറിയില്ല. ആ സിനിമയ്ക്ക് മുന്നേ വന്നതാണോ എന്നറിയില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് 2-3 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇത്രയും വീഡിയോസ് ഇത്രയും ലോങ് പറ്റില്ല. അത് ഇത്രയും കുറേ കാലത്ത് ഗ്യാപ്പ് പറ്റില്ല. എന്തായാലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീഡിയോ ഇടണം എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.